അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നമ്മൾ വൈകുന്നേരം ഇതുപോലെ ഈ ഒരു സെൻറ്ററിൽ ഒരുമിച്ച് കൂടുന്നു. ഇത്തരത്തിലുള്ള സംഗമങ്ങൾ പലപ്പോഴും നമുക്കിടയിലുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനുള്ള കാരണങ്ങളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഒരുമിച്ചിരിക്കാനും അള്ളാഹു നമുക്ക് വളരെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി നൽകിയ ദീനിനെ സംബന്ധിച്ച് കേൾക്കാനും സംസാരിക്കാനുമൊക്കെ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ നേട്ടവും അതിലുള്ള ശ്രേഷ്ഠതകളുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അള്ളാഹു അത് മുഴുവൻ നേടിയെടുക്കുന്ന സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദീനുമായി ബന്ധപ്പെട്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദീനും ദുനിയാവും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിസ്തരം പറഞ്ഞു പോകുന്ന വിഷയങ്ങളിലൊന്ന്. നമുക്കറിയാം, താബിഈകളിൽ ഏറെ ശ്രേഷ്ഠരായ ഒരുപാട് മുഫസ്സിറുകൾ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് കേട്ട് പരിചയിച്ച ഒരു നാമമാണ് അബുൽ അസ്വദ് അദ്ദുവലി. അബുൽ അസ്വദ് അദ്ദുവലി താബിഈകളിൽ ഭാഷാപരമായി ലുഗവിയായ മഹാപണ്ഡിതന്മാരിൽ ഒരാളാണ്, മുഫസ്സിറുകളിൽ ഒരാളാണ്. ഭാഷാപരമായ വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുസഹഫ്, ആദ്യ കാലഘട്ടങ്ങളിലൊന്നും മുസഹഫുകൾക്ക് ഹർക്കത്തുകൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് അതിൽ ഹർക്കത്തുകൾ, ഫത്ഹ്, കെസ്റ, ദമ്മ തുടങ്ങിയ ഹർക്കത്തുകൾ കടന്നു വന്നത്. അബുൽ അസ്വദ് അദ്ദുവലിയുടെ കാലഘട്ടത്തിലാണ് അത് കടന്നു വന്നത് എന്ന് ഒരുപക്ഷെ ചരിത്രാന്വേഷികളായ ചരിത്രത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന കേട്ട നമ്മളുടെ മനസ്സിലൊക്കെയുള്ള ഓർമ്മകളിലൊന്നാണ്. അബുൽ അസ്വദ് അദ്ദുവലി ഒരു മുഫസ്സിർ മാത്രമല്ല, ഞാൻ പറഞ്ഞു, ഭാഷാ പണ്ഡിതന്മാരിൽ അറബി ഭാഷയിൽ മഹാജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് എഴുതിയ വസിയത്ത് എഴുതിയ ഉപദേശങ്ങൾ എഴുതിയ ചില വരികൾ, ചില കവിതകൾ ലോകപ്രശസ്തമാണ്. അതിലെ രണ്ട് വരികൾ, ആ രണ്ട് വരികൾ ഇങ്ങനെ 2-3 ദിവസം മുന്നേ ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ണിലുടക്കിയപ്പോൾ ആ വരികളുടെ ആഴവും ഇന്ന് മുസ്ലിം സമൂഹം ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആ ഒരു പ്രസക്തിയുമൊക്കെ അതിൽ വല്ലാതെ നീടിച്ചു നിൽക്കുകയാണ്. 1300 അല്ലെങ്കിൽ 1200 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കഴിഞ്ഞു പോയ മഹാപണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ അശ്രദ്ധരായി നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ ഉണർത്താൻ, ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിമീങ്ങളുടെ മനസ്സിന് ഒരു തട്ടൽ, ഒരു ഉണർത്തലായി ചില ഉപദേശങ്ങൾ നൽകാറുണ്ട്. അതിലേറെ പ്രശസ്തമായ ഉപദേശം ഇന്നും ആധുനിക കാലഘട്ടത്തിലും സമകാലികമായി നമ്മളേറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം തൻ്റെ മകനോട് പറയുന്ന സുദീർഘമായ കവിതകളിലെ 2 വരി ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, അബുനയ്യ ഇന്ന മിനർ റിജാലി ബഹീമതൻ ഫി സൂറത്തിർ റജിലി സമീഇൽ മുബശ്ശിരി ഫതിനം ബികുല്ലി മുസീബത്തിൻ ഫി മാലിഹി വഇദാ യുസാബു ബിദീനിഹി ലം യശ്ഉരി. കുറേ വരികളതിലുണ്ട്, പക്ഷേ ഈ 2 വരികൾ ഭയങ്കര നമ്മളേറെ ചർച്ച ചെയ്യേണ്ട 2 വരി ആയതുകൊണ്ടാണ് ഇന്നത്തെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ അതിനെടുത്തു കൊടുത്തത്. അദ്ദേഹം പറയുന്നു, അബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ കുഞ്ഞുമോനെ, ഇന്ന മിനർ റിജാലി ബഹീമത്തൻ, തീർച്ചയായും മനുഷ്യരിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, മൃഗതുല്യരായ കുറേ ആൾക്കാരുണ്ട്, മൃഗീയരായി
മൃഗീയമായ പ്രവർത്തനങ്ങളുമായി മൃഗതുല്യരായ ഒരുപാട് ആളുകൾ ഇരുകാലി മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഫിസൂറത്തി റജുലി അസ്സമീഇൽ മുബസ്സിരി, കേൾക്കാനും കാണാനും കഴിയുന്നൊരു മനുഷ്യരൂപം മാത്രമേ അവരിലുള്ളൂ. പക്ഷെ അവരുടെ ചിന്തകളും അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും മൃഗങ്ങൾക്ക് തുല്യമാണ്. മൃഗീയമായ കൊടിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചല്ല അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മൃഗങ്ങളെപ്പോലെ തിന്നും കുടിച്ചും ഭൗതികമായി രമിച്ചും എല്ലാവിധ സുഖലാളനകളിലും സുഖലോലുപതയിലും കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചാണ്. മൃഗങ്ങളും അങ്ങനെ തന്നെ, ഒരു ദിശയറിയാതെ ലക്ഷ്യമില്ലാതെ ദുനിയാവിൽ കിട്ടിയത് മുഴുവൻ തിന്നും കുടിച്ചും ജീവിക്കുന്ന അൻആം, അല്ലാഹു സുബ്ഹാനഹു തആല കന്നുകാലികൾ എന്നുള്ള നിലയ്ക്ക് റബ്ബ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മനുഷ്യരെയാണ് അള്ളാഹ് എടുത്ത് പറഞ്ഞത്. നന്ദി കെട്ട ചില മനുഷ്യരെ സംബന്ധിച്ച് റബ്ബ് ആക്ഷേപിക്കാൻ, ഉലൈക കൽ അൻആം, ആ വരി മകനെ ഉണർത്തിയാണ്. മകനെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ബഹീമത്തുകളുണ്ട്, ചില ജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ അടുത്ത ഉപദേശമാണ് ഫത്തിനം ബികുല്ലി മുസീബത്തിൻ ഫീ മാലിഹി വഇദാ യുസാബു ബിദീനിഹി ലം യശ്ഉരി. അവൻ്റെ ദീൻ്റെ കാര്യത്തിൽ അവൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമ്പത്തികമായി എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കടന്നു വന്നാൽ അതിൽ ഭയങ്കര കോൺഷ്യസാണ്. ആ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയും ആലോചനയും ചിന്തകളും ടെൻഷനും ഒക്കെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഭൂരിഭാഗം മനുഷ്യന്മാരങ്ങനെ ഭൗതികമായി താൻ ഉണ്ടാക്കിയെടുത്ത, താൻ നേടിയെടുത്ത സുഖ സൗകര്യങ്ങളിൽ കുറ്റവും കുറവും വരുമ്പോൾ അതിനെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ, അതിനെ കൂടുതൽ നന്നാക്കാൻ, മെച്ചപ്പെടുത്താനുള്ള മാർഗം തേടുന്നവൻ മനുഷ്യനാണ്. അവൻ ഏറ്റവും കൂടുതൽ ബേജാറും ആശങ്കകളും അവൻ്റെ ഭൗതികമായ വിഭവങ്ങളെ സംബന്ധിച്ചാണ്. എന്നാൽ അവൻ വഇദാ യുസാബു ബിദീനിഹി, ഇതിപ്പോൾ കുറ്റവും കുറവും അവൻ്റെ ദുനിയാവി കാര്യത്തിനാണെങ്കിൽ അവൻ ഭയങ്കര അതിനെപ്പറ്റിയുള്ള ആലോചനകളിലാണെന്ന് പറഞ്ഞു. എന്നാൽ വഇദാ യുസാബു ബിദീനിഹി, അവൻ്റെ മതപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവോ സംഭവിച്ചാൽ ലം യശ്ഉരി, അവൻ അറിയണമെന്നല്ല, അവൻ അതിനെപ്പറ്റി ആലോചിക്കുന്നതന്നല്ല. ശരിയല്ലേ? ഇന്നത്തെ ഭൂരിഭാഗം, ഇന്നത്തെ എന്നല്ല പലപ്പോഴും അശ്രദ്ധരായി കളയുന്ന മുസ്ലിം സമൂഹത്തെ അദ്ദേഹം ഉപദേശിക്കാൻ, ഭൗതികമായ പലതിലും നമ്മൾ ഭയങ്കര ടെൻഷനാണ്. അത് നേടിയെടുക്കാനുള്ള അധ്വാനം വല്ലാത്ത എഫേർട്ടാണ്. നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനം അല്ലേ, അതെങ്ങാനും പരലോകത്തിനാണെങ്കിൽ നമ്മളൊക്കെ സ്വർഗ്ഗക്കാരെന്ന് ഉറപ്പാണ്. പക്ഷേ ഭൂരിഭാഗം മനുഷ്യരുടെയും അധ്വാനം ഭൗതികതയുടെ പിന്നിലാണ്. അവർ അധ്വാനം, ഇനിയിപ്പോൾ അവൻ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അവൻ അതിനെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അല്ലേ, അതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ വല്ലാത്തതാണ്. ദീനുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കിയാൽ അതിലത്ര പ്രശ്നമില്ല, ദീനല്ലേ, ആ കുഴപ്പമൊന്നുമില്ല എന്നുള്ള തോന്നലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഒരുപാട് മഹാസമ്പന്നരെ കാണാം. മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് മഹാസമ്പന്നർ, അവരുടെ അധ്വാനവും അവരുടെ സമയങ്ങളും അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും അവർ ചെലവഴിച്ചത് ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവരുടെ ദീനപരമായ കാര്യങ്ങളെ പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ തന്നെ എടുത്തു നോക്കുക, നമ്മളെല്ലാവരും നമ്മളെ ഡ്യൂട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ക്ലിയറാണ്. ഡ്യൂട്ടി ടൈമിന് എത്താനും അതിനെ നിർവഹിക്കാനും ഡ്യൂട്ടിൻ്റെ കാര്യത്തിലുള്ള പങ്ക്ച്വാലിറ്റി ചില ആളുകൾ ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. അത് ചിലപ്പോൾ മുദീറിനെ പേടിച്ചാകാം, അല്ലെങ്കിൽ മാനേജർമാരെ പേടിച്ചാകാം, അല്ലെങ്കിൽ താൻ അമർത്തുന്ന ബസ്മയല്ലേ അത് ആ ടൈമിന് തെറ്റിക്കഴിഞ്ഞാൽ ശമ്പളം കുറയുമെന്നുള്ള ആശങ്കയാകാം. സമയത്തിൻ്റെ കാര്യത്തിൽ ഡ്യൂട്ടിയിൽ അവൻ ഭയങ്കര പങ്ക്ച്വലാണ്. പക്ഷേ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എത്ര പങ്ക്ച്വാലിറ്റി മുസ്ലിം സമൂഹം കൊണ്ട് നടക്കുന്നുണ്ട്. നേരെ പിന്നില്ല, അത് നിസ്കാരമല്ല, അത് അല്ലാഹ് അല്ലേ, അതപ്പം ചോദിക്കുമ്പോൾ അപ്പം നോക്കാം. അതിനെ പറ്റിയുള്ള ആലോചനകൾ തന്നെ മുസ്ലിം സമൂഹത്തിലുള്ള പല ആളുകൾക്കില്ല. 1000 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകനെ അബുൽ അസ്വദ് ദുവലി അത് അങ്ങനെ വിശദീകരിച്ചെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് അസൗകര്യങ്ങളാണ്, പലതും ബിസിയാണ്, തിരക്ക് പിടിച്ച ജീവിതമാണ്. ഒരു 5 മിനിറ്റ് ഖുർആൻ ഇരുന്ന് ഓതാൻ നമുക്ക് സമയമല്ല, തിരക്കാണ്. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലിരുന്ന് ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളുമായി സജീവരാകാൻ നമുക്ക് തിരക്കാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരെടുത്ത് നോക്കുക, കൊല്ലം കടന്നു വരുന്ന IPL സമയം ചെലവഴിക്കാൻ അവർക്ക് തിരക്കില്ല. 4 വർഷം കൂടുമ്പോൾ കടന്നു വരുന്ന വേൾഡ് കപ്പിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കാൻ അവർക്ക് പ്രശ്നമില്ല. അതിലേറെ അല്ലേ, അവരുടെ നാടുകളിലോ അവർ ജോലിയെടുക്കുന്ന ഇടങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ആഘോഷങ്ങളോ സെലിബ്രേഷനോ കടന്നു വന്നാൽ എന്ത് തിരക്കും മാറ്റിവെച്ച് അതിലേക്ക് ചെല്ലാനുള്ള സമയങ്ങളുണ്ട്. പക്ഷേ ദീനിപരമായി കാര്യങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കാണ്. ഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ അതാണ്.
ഭൗതികമായ കാര്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളെങ്ങനെ ആലോചിക്കുക, അയാളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്ര കൺസൾട്ടൻസിനെ അയാൾ ചെന്ന് അതിനു വേണ്ടി പരിഹാര മാർഗങ്ങൾ ചോദിക്കും, നല്ല പണം ചെലവഴിക്കും അതിനെ മേക്കപ്പ് ചെയ്യാൻ, അതിനെ പരിഹരിക്കാൻ. ലോകത്തൊക്കെ ഇന്നൊക്കെ നാടുകളിൽ ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസി ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള സൈക്കോളജിക്കലായും മറ്റ് രൂപത്തിലൊക്കെ ആളുകൾക്ക് നിർദ്ദേശങ്ങളും അഡ്വൈസും കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദീനിൻ്റെ കാര്യത്തിൽ കുറ്റവും കുറവും വന്നപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ ഇന്ന് രക്ഷിതാക്കൾക്ക് നേരല്ല. തൻ്റെ കുട്ടിയുടെ നമസ്കാരത്തിലെ തശഹൂദിലുള്ള ഇരുത്തത്തിലെ കുറവ് നികത്താൻ ഇതുവരെ ഒരു വാപ്പ ആലോചിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഫ്തിറാഷിൻ്റെയും തവറുക്കിൻ്റെയും ഇരുത്തത്തെ പഠിപ്പിച്ചു. അതിൻ്റെ ഡിഫറൻസ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇഫ്തിറാഷ് എന്താണ്, തവറുക്ക്, അതിൻ്റെ ഇരുത്തം എങ്ങനെയാണ്, അതിനെ മേക്കപ്പ് അത് ജീവിതത്തിൽ നമ്മൾ എന്നും നിർവഹിച്ചു പോരുന്ന നിർബന്ധമായ ആരാധനകളിലെ വീഴ്ചകളെപ്പോലും പരിഹരിക്കാൻ മുസ്ലിം സമൂഹത്തിന് ഇന്ന് നേരമില്ല, അല്ലെങ്കിൽ അവർ അശ്രദ്ധരാൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിൽ അള്ളാഹു പ്രതിപാദിക്കുന്ന ഒരു കാര്യം. അല്ലങ്ങനെ കുറ്റം പറയാം, അല്ല നമ്മൾ ആക്ഷേപിക്കാൻ. റബ്ബ് പറയുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ചില ആളുകൾ, മനുഷ്യരിലെ ചില ആളുകൾ, മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടന്നു വരാത്ത മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സ്വഭാവത്തെ റബ്ബ് പറയുന്നു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയാ. ദുനിയാവിലെ എല്ലാ വിവരങ്ങളും, ദുനിയാവിൻ്റെ കാര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാവിധ മികവുകളും അവർക്കുണ്ട്. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവർ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാൻ. പരലോക ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമില്ല, ചിന്തയില്ല, ആലോചനയില്ല, അതിനെക്കുറിച്ച് ബേജാറില്ല. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്ന മുഫസ്സിറുകളുടെ വരികളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഅലമൂന മനാഫിഅഹാ വമളാറഹാ. ദുനിയാവിനെ നന്നായി അറിയുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന അന്നത്തെ ആളുകൾ. ദുനിയാവിനെ നന്നായിട്ട് അറിയാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഭൂമിയെയും ഭൂമിയുടെ അവസ്ഥകളെയും, അതിൽ എപ്പോൾ നട്ടാൽ മുളക്കും, എപ്പോൾ മുളച്ചാൽ അതിനെ കൊയ്തെടുക്കാം, എപ്പോൾ അതിന് നല്ല സമൃദ്ധിയിൽ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള നിലക്ക് കൃഷിയെ സംബന്ധിച്ച് നല്ല വിവരമുള്ളവർ, ദുനിയാവിനെങ്ങനെ നേടിയെടുക്കാൻ നല്ല മികവുള്ളവർ, നല്ല കഴിവുള്ളവർ, അതിലഗ്രഗണ്യരായിരുന്നുവെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മനാഫിഅഹ വമളാറഹ. ദുനിയാവിലെ നന്മകൾ എന്താണ്, ദുനിയാവിൽ എന്ത് ചെയ്താൽ തനിക്ക് ദോഷകരമായി തീരും എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ, കാലാവസ്ഥകളെ സംബന്ധിച്ച്, അതിലെ വ്യതിയാനങ്ങളെ സംബന്ധിച്ച്, ഭൂപ്രദേശങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മഴയെ സംബന്ധിച്ച്, കാറ്റിനെ സംബന്ധിച്ച്, വേനലിനെയും വസന്തങ്ങളെയും അതുപോലെ തന്നെ ശൈത്യങ്ങളെയും സംബന്ധിച്ച് ഒക്കെ ജാഗ്രതയും ആലോചനകളും ചിന്തകളും അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു. വമതാ യസ്റഊൻ, എപ്പോൾ കൃഷി ചെയ്യണം, എപ്പോൾ കൃഷി ചെയ്താലാണ് തനിക്ക് ലാഭമുണ്ടാവുക. വമതാ യഹ്സുദൂൻ, എപ്പോൾ താൻ നട്ട വിളകളെ താൻ എപ്പോൾ കൊയ്തെടുക്കണം, എപ്പോൾ കൊയ്തെടുത്താലാണ് അത് തനിക്ക് ഉപകാരപ്പെടുക, അത് നഷ്ടം പറ്റാതിരിക്കുക, കേടുവരാതിരിക്കുക. വകൈഫ യജ്മഊൻ, തൻ്റെ സമ്പത്തിനെ എപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടണം, തൻ്റെ വിളകളെ എപ്പോൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കണം, ശേഖരിച്ചു വെച്ചവയെ പിന്നെ എപ്പോൾ അതിനെ വിത്താക്കണം. വകൈഫ യംബുതൂൻ, അല്ലെ, പിന്നെ അതിനെ എപ്പോൾ വിത്താക്കി നബാത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിലേറെ അവർ നട്ടുവളർത്തിയ ഈന്തപ്പനകളിലെ തടികൾ ഉപയോഗിച്ച് ബിൽഡിങ്ങുകൾ കെട്ടാൻ അവർക്കറിവുണ്ടായിരുന്നു. വലിയ വലിയ സൗധങ്ങൾ അവരുണ്ടാക്കി പോന്നിരുന്നു. യഅരിഫൂന ഉംറാന ദുനിയ, ദുനിയാവിൽ വലിയ വലിയ എടുപ്പുകൾ, മഹാ എടുപ്പുകൾ അവരുണ്ടാക്കിയിരുന്നു എന്നാണ്. ഇത് ഇന്നത്തെ നമ്മളിങ്ങനെ ദുബായിലൂടെ സഞ്ചരിക്കുന്ന എടുപ്പുകളെ സംബന്ധിച്ചല്ല. അന്നത്തെ കാലഘട്ടത്തിലെ എടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഈത്തപ്പനത്തടികളും അതുപോലെ തന്നെ ഓലകളും ഒക്കെ മേഞ്ഞിട്ട് ഒരു കൂരകൾ കെട്ടാൻ നല്ല വിവരമുള്ളവരായിരുന്നു. നല്ല വിവരം ഉണ്ടായിരുന്നു അവർക്ക്. ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം, ദുനിയാവിനെ എങ്ങനെ മുതലാക്കണം, ദുനിയാവിൽ എങ്ങനെ വിജയിക്കണം, ദുനിയാവിൽ എങ്ങനെ ലാഭം കൊയ്യണം എന്നുള്ള നിലക്ക് നല്ല വിവരമുള്ളവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യഅരിഫൂന ഉംറാന ദുനിയ, ദുനിയാവിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വിവരമുള്ളവർ. വഹും ഫി അംരി ദീനി ജുഹാലു, എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ പരമ വിഡ്ഢികളാണ്. ദീനിൻ്റെ കാര്യത്തിൽ അവർക്കൊരു വിവരമില്ല. പരലോകം വെട്ടിപ്പിടിക്കാനുള്ള മികവ് അവർക്കില്ല, പരലോകത്തെ നേടിയെടുക്കാനുള്ള കുറുക്കുവഴികൾ അവർക്കറിയില്ല, അല്ലെങ്കിൽ പരലോക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് സമയമല്ല, ആലോചനയല്ല. പക്ഷെ ദുനിയാവിലെല്ലാത്തിനും അവർ മുന്നിലാണ്. ശരിയല്ലേ?
യാഥാർത്ഥ്യമല്ലേ? അള്ളാഹ് ആക്ഷേപിക്കണം ആ പറ്റം ആളുകളെ. യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയ, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളിലും കഴിവും മികവും ഉള്ളവരാൻ. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, റബ്ബ് പറയുന്നു അവർ ആഖിറത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധരാൻ. മക്കക്കാരെ റബ്ബ് ആക്ഷേപിച്ചതാണ് അതെങ്കിൽ ദീന് കെട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീന് കെട്ടിയിട്ട് ആ ദീനിൻ്റെ കാര്യത്തിൽ കണിശത വെച്ച് പുലർത്താത്ത അല്ലെങ്കിൽ സൂക്ഷ്മത വെച്ച് പുലർത്താത്ത അതിലെ കുറ്റങ്ങളും അതിലെ കുറവുകളെയും പരിഹരിക്കാൻ ശ്രമിക്കാത്ത ആളുകളെ റബ്ബ് ആക്ഷേപിക്കാൻ. അപ്പോൾ നമ്മളെ അതിശക്തമായി അതിനിശിതമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാൻ? നമ്മളെ ഉണർത്താൻ വേണ്ടി റബ്ബ് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ ആയത്തുകളിലൂടെ. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുർ റൂമിലെ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ദുനിയാവിലെ അവരുടെ സ്കില്ല്, ദുനിയാവിലെ അവരുടെ വിവരം, ദുനിയാവിലെ അവരുടെ കഴിവ് അത് മഹത്തായിരുന്നുവെന്നാൻ അദ്ദേഹം പറയാൻ. വല്ലാഹ്, അല്ലാഹുവാണ് സത്യം. ലയബ്ലുഗു മിൻ അഹദിഹിം ബിദുനിയാ അൻ യുഖല്ലിബ ദിർഹമ അലാ ളുഫരിഹി ഫയുഖ്ബിറുക ബിവസനിഹി. അവരെ കൂട്ടത്തിൽ ഒരാൾ ഒരു ദിർഹം എടുത്തിട്ട് അവരുടെ നഖത്തിൻ്റെ തുമ്പത്ത് വെച്ചാൽ അതിനെങ്ങനെ തൂക്കി നോക്കിയിട്ട് അതിൻ്റെ തൂക്കം എത്രയാണെന്ന് അവർ പറഞ്ഞു തന്നിരുന്നു എന്നാണ്. ഒരു ദിർഹം എടുത്തിട്ട് നഖത്തിൻ്റെ മുകളിൽ വെച്ചാൽ അത് ഇത്ര തൂക്കമുണ്ട് എന്ന് പറയും. അത്രക്കും ദുനിയവിനെ സംബന്ധിച്ച് നല്ല വിവരവും സൂക്ഷ്മതയും ആലോചനയുമുള്ള ആളുകൾ. എന്നാൽ വമാ യുഹ്സിനു അൻ യുസല്ലി, ഒന്ന് മര്യാദക്ക് നിസ്കരിക്കാൻ അവർക്കറിയില്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത്ര വിവരമൊന്നുമില്ല, നോമ്പിൻ്റെ കാര്യത്തിൽ അത്ര വിവരമൊന്നുമില്ല, ദീനിൻ്റെ കാര്യത്തിൽ എത്ര ആലോചനകളോ ചിന്തകളോ അതിനുള്ള പഠനങ്ങളോ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഒന്ന് തകരുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റും, അതിന് വേണ്ട എല്ലാ വാതിലുകളിലും പോയി മുട്ടും. അതിന് അഡ്വൈസ് ചോദിക്കാൻ ലോകത്ത് എത്ര വലിയ ആളുകളുണ്ടോ അവരുടെ മുഴുവൻ സമയങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. അവരെ കൊണ്ടുവരും, ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുവരും. എൻ്റെ ബിസിനസ്സിൽ ഇന്ന പ്രശ്നമുണ്ട് പരിഹരിച്ചു തരണം എന്ന് പറയും. പക്ഷേ മകൻ്റെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഖുർആൻ ഓതുന്നതിൽ ഇത്രയും കാലത്തുള്ള തെറ്റിനെ തിരുത്താൻ അയാൾ എന്ത് ചെയ്തിട്ടില്ല. അയാളുടെ ആയുസ്സിലെ സമയങ്ങളോ സമ്പത്തോ ഇനി അതല്ല ആരോഗ്യമോ അയാൾ ചെലവിടുന്നില്ല. അത് ഇല്ലേ, ദീന് ഒരാളെ സംബന്ധിച്ചിടത്തോളം ദീനിനേക്കാൾ ദുനിയാവിലേക്ക് അയാൾ ഇങ്ങനെ ആകൃഷ്ടനാകുമ്പോൾ, ദുനിയാവിനെ മോഹിക്കുമ്പോൾ, ദുനിയാവിനെ ഇഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും അയാൾക്കുണ്ടാകുന്ന ഒരു വലിയ ദുരന്തത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈമിഷികമാണ്, അതങ്ങ് തീർന്നു പോകും. പക്ഷെ കടന്നു വരാനുള്ള ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം ദീനിനെ കൃത്യമായി പുലർത്തിപ്പോരുന്നവന് അനശ്വരമായ അനന്തമായ ആ ജീവിതത്തിൽ സൗഭാഗ്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഗാഫിലൂൻ, നമ്മൾ അശ്രദ്ധയിലാണ്. ആ അശ്രദ്ധ എന്ന് പറയുന്നത് മറവി കൊണ്ടുണ്ടാകുന്നതല്ല, മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെടുത്തുദ്ധരിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമായും ഏതൊരാളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ്. സാങ്കേതിക വിദ്യകളിലൊക്കെ അഗ്രഗണ്യന്മാരായിരിക്കും. എത്ര മഹാവിദ്യാസമ്പന്നരെ കാണാം, വലിയ വലിയ ഡിഗ്രികളുണ്ട് കയ്യിൽ. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, താൻ ഓതുന്ന നമസ്കാരത്തിലെ അത്തഹിയാത്ത് വൽ മുബാറകാത്ത് അസ്സലവാത്ത് അത്തയ്യിബാത്ത് കൃത്യമായിട്ട് ചിലപ്പോൾ ചൊല്ലിത്തരാൻ അയാൾക്ക് പേടിയായിരിക്കും. ഇനി അതല്ലെങ്കിൽ എത്ര ആളുകളെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ഖുർആൻ ഓതാൻ എൻ്റെ കാലത്തൊന്നും ഓതിത്തരാനോ പഠിപ്പിച്ചു തരാനോ ആൾക്കാരുണ്ടായിരുന്നില്ല, മദ്രസകൾ ഉണ്ടായിരുന്നില്ല, സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. എന്നാൽ ഇന്ന സൗകര്യവും അതിന് വേണ്ട മാർഗങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അതിനെ മേക്കപ്പ് ചെയ്യാൻ, അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടോ? ഇല്ല. ഐഫോൺ 17 Pro Max ഇറങ്ങിയപ്പോൾ അല്ലേ, ഐഫോണിന് എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്തു, പുതിയ അപ്ഡേഷൻ വന്നു. എല്ലാവരും അപ്ഡേറ്റ്, നമ്മൾ കൊല്ലം ഇപ്പം ഏത് ഫോണാണെങ്കിലും എല്ലാ സമയങ്ങളിലും 3 മാസം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ അതിനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. ഫോൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റും ചില ആൾക്കാർ അല്ലേ. 1 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം അത് യൂസ് ചെയ്യൂല, കാരണം എന്താ, പഴകി. പക്ഷേ അതൊക്കെ പുതിയതിനെങ്ങനെ ആഗ്രഹിക്കുന്ന, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മുസ്ലിം തൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻ എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. അതിലെ കുറ്റങ്ങളും പോരായ്മകളും പരിഹരിക്കണ്ടേ? അവൻ നിരന്തരം ഉപയോഗിക്കേണ്ട, അവൻ നിരന്തരം ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അവൻ്റെ പ്രാർത്ഥനകളിലെ, അവൻ്റെ ദുആകളിലെ, അവൻ്റെ ദീനിൻ്റെ കർമ്മങ്ങളിലെ പോരായ്മകളെ, കുറ്റങ്ങൾ അവൻ പരിഹരിക്കണ്ടേ? പക്ഷേ അതിനുള്ള പരിഹാര മാർഗങ്ങളെ അവൻ തേടുന്നില്ല. ഇനി ദീനിനെയും ദുനിയാവിനെയും ഒരുമിച്ച് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ, ദീനിൻ്റെ വിവരവും ദുനിയാവിൻ്റെ വിവരവും. നേരത്തെ മക്കക്കാരെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞ പോലെ ദീനിൻ്റെ വിവരം അവർ വഹും ജുഹാലു എന്ന് പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. എന്നാൽ ഭൗതികമായ വിവരങ്ങളിൽ അല്ലേ വലിയ വലിയ ബിൽഡിങ് കെട്ടുന്നവരാണ്,
ഇന്നത്തെ പോലെ ബുർജ് ഖലീഫ പോലത്തെ ബിൽഡിംഗ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇന്ന് അന്നത്തെ ആളുകളെക്കാളും മഹാമികവിലെത്തിയ ആളുകളാണ്. പക്ഷെ എന്നിട്ടും ഇന്നത്തെ ആളുകൾ അവരുടെ ദീനിന്റെ കാര്യങ്ങളെ പരിഹരിക്കുന്നില്ലെങ്കിൽ അവരെക്കാളും മോശമല്ലേ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. എത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ഇപ്പോൾ ദീനിന്റെ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ ഒരു മുസ്ലിം സമൂഹം അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ചോദിക്കും നബിയുടെ പത്നിമാരുടെ എണ്ണം എത്ര? അപ്പോൾ തുടങ്ങും പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം, അല്ലെ, 9 എന്ന് പറയും, 11 എന്ന് പറയും, 13 എന്ന് പറയും. തീർച്ചപ്പെടുത്താൻ, അതിനൊന്ന് കൃത്യമായി അത് മനസ്സിലാക്കാൻ എന്തേ നമ്മുടെ ആയുസ്സിലെ സമയം നമുക്ക് ചെലവഴിക്കാനില്ലേ? കുട്ടികളാണെങ്കിലല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ദിവസം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ ചില കുട്ടികൾ പറഞ്ഞു ഉസ്താദെ 9 അല്ലേ, ഉസ്താദെ 11 അല്ലേ? അപ്പോൾ ഒരാൾ അല്ല ഉസ്താദെ 13 ഉറപ്പാണ് എന്നാണ്. അപ്പോൾ അയാൾ മനസ്സിലായില്ല ആ കുട്ടി. പക്ഷെ കുട്ടികളെ മാഷാ അല്ലാഹ് അവർ വായിച്ചതിൻ്റെയും അവർ കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു 13 എന്ന് പറയുമ്പോൾ നബിയുടെ പത്നിമാരെണ്ണുമ്പോൾ 11 ആണ്. രണ്ടുപേര് നബിയുടെ അടിമ സ്ത്രീകളായിട്ട് മാരിയയെയും റൈഹാനയെയും പണ്ഡിതന്മാർ എണ്ണിപ്പോരാറുണ്ട്. മരിയത്തുൽ ഖിബ്തിയ്യ, അല്ലേ, ബാക്കി 11 പേരെ ഖദീജ മുതൽ ഇങ്ങനെ എണ്ണി പോരുമ്പോൾ 11 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഇന്നത്തെ ഭൂരിഭാഗം മുസ്ലിമുകൾ എടുത്തു നോക്കി, അതിനത്ര കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പേടിയുണ്ടാവും, തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം. പോട്ടെ, നബിക്ക് എത്ര മക്കളുണ്ടെന്ന് നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിവരവും മറ്റു ദുനിയാവിലെ വേറെ ആൾക്കാരെ പറ്റിയുള്ള വിവരം എടുത്തു നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും സംശയം ഉണ്ടാവും. എത്ര ആകെ മക്കളുടെ എണ്ണം? 3 ആൺകുട്ടികളും നബിക്ക് 4 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അൽ ഖാസിം, അതുപോലെ തന്നെ അബ്ദുള്ള, ഇബ്രാഹിം. ഖദീജയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനിച്ച ആൺമക്കളാണ്, ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയവർ. പിന്നുള്ളത് 4 പെൺകുട്ടികളായിരുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ സംബന്ധിച്ച് നമുക്കറിയാം. പക്ഷേ ഭൂരിഭാഗം ആളുകൾ അതിൽ അശ്രദ്ധരാൻ. സൈനബ് റളിയല്ലാഹു അൻഹ നബിയുടെ മകളാണ്. അതുപോലെ തന്നെ ഉമ്മു കുൽസൂം, റുഖയ്യ, ഫാത്തിമത്തു സഹറ, 4 മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോടെ പൊട്ടി നിൽക്കുന്ന നബി ജീവിതങ്ങളെ പഠിക്കുന്ന ആളുകൾക്ക് ബോധ്യമാണ്. പക്ഷേ നബി ജീവിതം പഠിച്ച മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരാളെ റെയ്ഡ് ചെയ്ത് അയാളുടെ പുതിയ വാഹനങ്ങൾ മുഴുവൻ കൊണ്ടുപോയി. നമ്മുടെ നാട്ടിൽ വലിയ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ദുൽഖർ സൽമാൻ്റെ വീടിൻ്റെ റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയ കാറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നമ്പർ വരെ കൃത്യമായിട്ട് നമ്മളെ മക്കൾക്ക് അറിയാം. അതിൽ മദ്രസയിൽ രസകരമായി ഞാൻ കുട്ടിയോട് ചോദിച്ചു, എന്താണ് ദുൽഖർ സൽമാൻ്റെ മോൻ്റെ പേരെന്താന്നാണ്. ഉസ്താദേ മോനല്ല മോളാണ് എന്ന് പറഞ്ഞു. മോളെ പേരും പറഞ്ഞു. ആ ക്ലാസ്സിൽ തന്നെ ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ 4 മക്കളുണ്ട്, ഓരോ പേര് പറഞ്ഞുതരാം. അവർ പറഞ്ഞിട്ടില്ല. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അത് ഉസ്താദ്മാരെ പോരായ്മല്ലട്ടാ, ഉസ്താദ്മാർ ശരിയല്ലാത്തതുകൊണ്ട് കുട്ടികൾ പറയാത്തതും അല്ല. പക്ഷെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്തകൾ അധികവും ഭൗതികതയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എത്രമാത്രം അല്ലാഹു പറയാ, ആ ആയത്തിനെ ചേർത്ത് വായിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളോടും സാഹചര്യങ്ങളോടുമാണ്. നമ്മളങ്ങനെ തന്നെയാണ്. ഭൗതികമായ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മളത്ര മികവുള്ള വേറല്ല. അതാണ് നമ്മുടെ വിശ്വാസം, അല്ലേ? നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ പങ്ക്ച്വലാണ്. നമ്മൾക്ക് എപ്പോഴാണ് നമ്മുടെ ഓരോ സാലറി ഇറങ്ങുന്ന ദിവസങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയാണ്. നമുക്ക് സാലറി കട്ടാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ അവസ്ഥകളെയും സാഹചര്യങ്ങളെയും സംബന്ധിച്ച് നമുക്കറിയാം. പക്ഷേ നമസ്കാരത്തിൻ്റെ സമയങ്ങളിൽ, നമസ്കാരത്തെ സംബന്ധിച്ചുള്ള അതിലുള്ള തെറ്റുകളെ സംബന്ധിച്ചുള്ള ബോധ്യങ്ങളിൽ നമ്മൾ എത്ര അശ്രദ്ധരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭൗതികതയിൽ മനുഷ്യനങ്ങ് മുങ്ങിമറിയൻ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അല്ലാഹു പറയുന്നു, നിങ്ങൾ ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ വല്ലാതെ അതിന് പ്രാധാന്യം കൊടുക്കുന്നു, അതിന് പ്രാമുഖ്യം നൽകുന്നു. എന്നാൽ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് എപ്പോഴൊക്കെ ഓതാറുണ്ട്? എല്ലാ വെള്ളിയാഴ്ച ഓതാറുണ്ട് എന്നാണ് ചില ഹദീസുകളിൽ. ചില സമയങ്ങളിൽ റസൂലുള്ള പെരുന്നാൾ നമസ്കാരത്തിൽ അതിനെ പാരായണം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നമസ്കാരത്തിലെ 9ാമത്തെ റസൂലുള്ള നിർവഹിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ
സൂക്ത പാരായണം ചെയ്യാറുണ്ടെന്നാണ്. അഥവാ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ, ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. ഹൃദയം കൊണ്ട് കേൾക്കാനും ഏറ്റവും നല്ല കാതുകൾ കൊണ്ട് അതിനെ കേട്ട് ഹൃദയം കൊണ്ട് അതിനെ മനസ്സിലാക്കാനും മനസ്സിൽ കോറിയിടാനും പെരുന്നാളിന്റെ ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെങ്ങനെ കേൾപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ അത് കാരണം ഭൗതികത അത്രമേൽ നമ്മളെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്നു. ആഡംബരങ്ങളായ വീട് ഇങ്ങനെ ഭൂമിയിൽ അല്ലെ, നമ്മൾ ഇവിടെ നല്ല വീടൊക്കാൻ നമ്മളെല്ലാം നോക്കും, എല്ലാ മാർഗങ്ങളും എല്ലാ മെറ്റീരിയൽസിനെ വരെ ആലോചിച്ച് കൊടുക്കും. ഇപ്പോൾ അല്ലെ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ മുക്കും മൂലയെയും സംബന്ധിച്ചാണ് നമ്മുടെ ചിന്തകളും ആലോചനകളും. നമ്മൾ പ്രവാസികളാൻ, നമുക്കൊക്കെ അനുഭവമുള്ളവരാൻ. നമ്മൾ നാളെ കഴിയാനുള്ള വീടിനെ സംബന്ധിച്ച് ഇന്നേ ഭയങ്കര പ്ലാനിലാണ്. എത്ര വലിയ പ്ലാനുകളാണെന്നറിയോ ഒരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ആലോചനകളും ചിന്തകളും. എത്ര മണിക്കൂറുകളാണ് നമ്മുടെ സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അവിടെ പണിക്കാർ വരുന്നതും പണിക്കാർ പോകുന്നതും പണിക്കാർ അവിടെ ചെയ്തു വെക്കുന്നതിനെയും സംബന്ധിച്ച് വല്ലാത്ത ആലോചനകളിലാണ്. പക്ഷേ സ്വർഗത്തിലൊരു വീട് വെക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ശ്രദ്ധിക്കാറുണ്ട്? സ്വർഗത്തിൽ വെക്കുന്ന വീടിനെ സംബന്ധിച്ച് നബി പറഞ്ഞ അമലുകൾ എത്രയുണ്ട്? അതിനെ സംബന്ധിച്ച് മുസ്ലിം സമൂഹം എത്ര ശ്രദ്ധിക്കാറുണ്ട്? മുസ്ലിങ്ങളിൽ തന്നെ അല്ലേ നമ്മളിങ്ങനെ ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടു പോകുമ്പോൾ നമ്മൾ വല്ലാതെ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു. യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞ ഒറ്റ ആയത്തുമല്ല നമ്മളുള്ളത്. നേരത്തെ പറഞ്ഞ ഒറ്റ ആയത്ത് യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ. വഹും അനിൽ ആഖിറതിഹും ഗാഫിലൂൻ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅരിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ ഹിസാബിന്റെ സമയം ഇതാ അടുത്തിരിക്കുന്നു. 1400 വർഷം മുമ്പ് അവതരിച്ച ആയത്താൻ. അന്ന് അള്ളാഹ് പറയാൻ ഇഖ്തറബ അടുത്തിട്ടുണ്ട്, സമയമായിട്ടുണ്ട്, ഹിസാബിന്റെ സമയം, വിചാരണയുടെ സമയം. പക്ഷേ വിചാരണയുടെ സമയം അന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മിപ്പിച്ചപ്പോൾ റബ്ബ് പറഞ്ഞു വഹും ഫീ ഗഫലത്തിൻ മുഅരിദൂൻ. മനുഷ്യരിൽ ഭൂരിഭാഗവും അവർ അശ്രദ്ധയിലാണ്. അള്ളാഹു അവതരിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ തെന്നിമാറുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള ആലോചനകളിലല്ല, അവരതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. ഇന്നിപ്പോൾ അതും കഴിഞ്ഞത് നമ്മൾ അവരെക്കാളും അടുത്ത്, നേരത്തെ പറഞ്ഞ അല്ലെ നമ്മളത്രയും സൗകര്യവും നമ്മളത്ര മികവില്ലാത്ത, നമ്മളിന്ന് അവരെക്കാളും മികവുള്ളവരാന്ന് ആണ് നമ്മൾ പെരുമ പറയാം. നമ്മളിന്ന് പ്രബുദ്ധരാൻ. നമുക്ക് കിട്ടിയ അല്ലെ പണ്ടുള്ള ആളുകൾ നമ്മളെന്താ പഴഞ്ചന്മാർ എന്ന് നമ്മൾ പറയും. അവരെത്ര പഴഞ്ചന്മാരാൻ. പക്ഷെ ആ പഴഞ്ചന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിദ് ദുനിയ. ആയത്തിന് അങ്ങനെ ആലോചിക്കണ്ട നമ്മൾ അല്ലേ. നമ്മളറിയില്ല അങ്ങനെ പ്രാകൃതരായ ആധുനികമായ ജീവിതത്തിന്റെ സുഖലോലുപതയോ സൗകര്യങ്ങളോ ഇല്ലാത്ത, എന്നാൽ ഇന്ന് ഇതിൽ പ്രബുദ്ധതയുടെ പേരിൽ അഹങ്കാരം നടിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, ആധുനിക കാലഘട്ടത്തിലുള്ള ആളുകൾ, റബ്ബ് പറയാൻ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ ഹിസാബിന്റെ സമയം ഇത് അടുക്കിയിരിക്കുന്നു. പക്ഷെ അത് അടുക്കും തോറും അശ്രദ്ധകൾ കൂടി വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം റബ്ബ് പറഞ്ഞു ദർഹും യഅകുലു വയതമത്തഉ. ദർഹും നബിയെ അവരെ വിട്, അവരെ കാര്യം അവരെ പാട്ടിന് വിട്. യഅകുലു വയതമത്തഉ, അവർ തിന്നട്ടെ, അവർ സുഭിക്ഷമായി ജീവിക്കട്ടെ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇങ്ങനെ അവരുടെ കർണപഠങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുമ്പോഴും അതിനെ തിരസ്കരിച്ച് കളഞ്ഞ ആളുകളെ പറ്റി റബ്ബ് പറയുന്നത് അവരെ വിട്, ഓതി കൊടുത്തല്ലോ, അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കണ്ട. റബ്ബ് പറയും യഅകുലു വയതമത്തഉ, അവർ തിന്നട്ടെ. നമ്മൾ പറയില്ലേ, നമ്മളെ മക്കൾക്കെന്നെ ചില സമയത്ത് കൊടുക്കുമ്പോൾ അവരെങ്ങാനും നന്ദികേട് കാണിക്കുക, തിന്നടാ എന്നൊക്കെ തിന്നോ എന്ന് പറയില്ലേ. അങ്ങനെ അധ്വാനിച്ചു കൊണ്ട് തന്നെ അല്ല വയ്ക്ക് വാക്കുനോക്കി നിങ്ങൾ യഅകുലു, അവർ തിന്നട്ടെ, അല്ല ഇവിടെ ഒരുക്കി വെച്ച വിഭവങ്ങളെ അവർ ഭക്ഷിക്കട്ടെ, സുഭിക്ഷമായി അവർ ജീവിക്കട്ടെ. വയതമത്തഉ, അവർ സുഖലോലുപതയിൽ കഴിയട്ടെ, എല്ലാവിധ സൗഭാഗ്യങ്ങളിലും അവർ കഴിയട്ടെ. വയുൽഹിഹിമുൽ അമൽ, മോഹം അവരെ തെറ്റിച്ച് കളയുകയാണ്, അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവരെ തെറ്റിച്ച് കളയുകയാണ്. ഫസൗഫ യഅലമൂൻ, അവരറിയും, വഴിയെ അവർ കാര്യങ്ങളെ മനസ്സിലാക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അഥവാ ഈ അശ്രദ്ധയിൽ കഴിയുക എന്ന് പറഞ്ഞ നേരത്തെ അബുൽ അസ്വദ് ദുവലിയുടെ കവിതയുടെ പ്രസക്തി അവിടെ അദ്ദേഹം പറയണേ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇന്ന ഫിർ റിജാലി ലെ അബുനയ്യ ഇന്ന ഫിർ റിജാലി ബഹീമതൻ, മകനെ മനുഷ്യരുടെ കൂട്ടത്തിൽ മൃഗതുല്യരായ ആളുകളുണ്ട്, മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണിക്കുന്ന കാടത്തത്തെ സംബന്ധിച്ചല്ല, മൃഗങ്ങൾ കാണിക്കുന്ന കാടത്തത്തെ സംബന്ധിച്ചല്ല, മൃഗങ്ങളിലുള്ള അല്ലെ ഒരു സ്വഭാവമാണ്. അവർ തിന്നും കുടിച്ചു രമിച്ചു ഇങ്ങനെ ദുനിയാവിൽ ജീവിച്ചു പോകും. അവർക്ക് ആഖിറത്തിനെ സംബന്ധിച്ച് ചിന്തല്ല.
ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. അല്ലാഹ് പറഞ്ഞല്ലോ, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള അള്ളാഹുവിൻ്റെ കലാമുകളെ തിരസ്കരിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ ഭൗതികതയുടെ പിന്നിലേക്ക്. അപ്പോൾ ഇത് സത്യനിഷേധികളെയും മുശ്രിക്കുകളെയും അള്ളാഹു സുബ്ഹാനഹു തആല ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ വർത്തമാനമാണെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമില്ലാത്ത, അള്ളാഹുവിൻ്റെ കലാമ് വന്നെത്തിയിട്ടും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ദീനിൻ്റെ പോരായ്മകളെ പരിഹരിക്കാത്ത, അവൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം കൽപ്പിക്കാത്ത, അവൻ്റെ ദീനിനൊരു കോട്ടം തട്ടുമ്പോൾ അതിനെ വലിയ ആശങ്കയിലോ അതിനെ വലിയ ബേജാറിലോ സ്വീകരിക്കാത്ത, അതിനെ നെവർ മൈൻഡാക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, മൻകാനത്ത് ദുന്യ ഹമ്മഹു, മൻകാനത്തി ദുന്യ ഹമ്മഹു, ആരുടെയെങ്കിലും മോഹവും ചിന്തകളും ഒക്കെ ദുനിയാവ് മാത്രമാണെങ്കിൽ, ദുനിയാവ് മാത്രമാണ്. അവിടെ മൻ എന്നുള്ളത് ഒരു കാഫിറിനെ ഉദ്ദേശിച്ചോ മുശ്രിക്കിനെ ഉദ്ദേശിച്ചോ അല്ല, ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചാൽ മുസ്ലിമാകാം അല്ലെ. മുസ്ലിമിനെ സംബന്ധിച്ച റസൂലുള്ളാഹി പറയുന്നത് അവൻ്റെ മോഹവും അവൻ്റെ ആഗ്രഹവും ദുനിയാവാണോ, ഫറഖല്ലാഹു അലൈഹി അംറഹു, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ അവൻ്റെ മേൽ ചിന്ന ഭിന്നമാക്കും. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം തുർമുദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിലാണ്. അതിന് ഏറ്റവും നല്ലൊരു വിശദീകരണം എഴുതി മുബാറക് ഫൂരി റഹിമഹുല്ല തുഹ്ഫത്തുൽ അഹ്വദി ഫി ശർഹി തിർമിദി എന്ന് പറയുന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ഷർഹ്. അതിൽ ഈ ഹദീസിൻ്റെ ഈ വാചകത്തെ അദ്ദേഹം വിവരിക്കുന്നത് ഭയങ്കര രസാണ്. ഫറഖല്ലാഹു അലൈഹി അംറഹു എന്നതിനെ അദ്ദേഹം വിശദീകരിക്കാൻ ഐ ശത്തത അലൈഹി ഉമൂറദ്ദുനിയ, ദുനിയാവിൻ്റെ കാര്യം അവൻ്റെ മേൽ ഇങ്ങനെ ഓരോന്ന് ചിന്ന ഭിന്നമാക്കി കളയുമല്ല. അഥവാ അവനക്കൊരു സ്വസ്ഥവും സ്വൈര്യവും ഇല്ലാത്ത രീതിയിൽ അള്ളാഹു അവനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഒന്ന് ഇരിക്കാൻ അവൻ്റെ മനസ്സ് അവൻ അനുവദിക്കൂല അല്ലേ. അവൻ്റെ സമ്പത്തൊന്നും ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ അവനക്ക് ഭയങ്കര പ്രയാസമാണ്, അവൻ അതിൻ്റെ പിന്നിൽ പോകും. ഇനി ആരോഗ്യത്തിൻ്റെ പിന്നിൽ അല്ലേ, സൗന്ദര്യത്തിൻ്റെ പിന്നിൽ, ആരോഗ്യത്തിൻ്റെ പിന്നിൽ, അവൻ്റെ മറ്റു ഭൗതികമായ നേട്ടങ്ങളുടെ പിന്നിൽ, സർട്ടിഫിക്കറ്റുകളുടെ പിന്നിൽ അവൻ്റെ മനസ്സൊരിക്കലും ഒരു സ്ഥായിയായ ഏറ്റവും നല്ല സന്തുലിതമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയില്ല. കാരണം അവൻ്റെ മോഹം ദുനിയാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന യദൈഹി ബൈന ഐനൈഹി, അവൻ്റെ ഇരു കണ്ണിൻ്റെ മുമ്പിലും അള്ളാഹു ദാരിദ്ര്യത്തെ ഇട്ട് കൊടുത്ത് അവനെ പരീക്ഷിക്കും. പേടിയാക്കാർ എപ്പോഴും ഇതിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് അവൻ്റെ കണ്ണുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുക്കുമെന്നാണ്. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു. അതാണ് വരി. ഇനി എത്ര എഫേർട്ട് എടുത്താലും, എത്ര അധ്വാനിച്ചാലും, അവൻ എത്ര തലകുത്തി മറിഞ്ഞാലും അള്ളാഹ് രേഖപ്പെടുത്തിയതല്ലാതെ ദുനിയാവിൽ നിന്ന് അവൻക്ക് കിട്ടാനൊന്നുമില്ല. ദുനിയാവിൽ നിന്ന് അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ കിട്ടാനൊന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വമൻ കാനത്തിൽ ആഖിറതു നിയതഹു, ആരുടെയെങ്കിലും മനസ്സിൽ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ചിന്തകളും ആലോചനകളുമാണോ, അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണോ, ജമഅല്ലാഹു ലഹു അംറഹു, അവൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹു അവൻക്ക് എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. ദുനിയാവിൻ്റെ കാര്യമല്ലേ, ആഖിറത്തിന് വേണ്ടി ജീവിച്ചാൽ തന്നെ എന്ത് ചെയ്യും, അവൻ്റെ കാര്യങ്ങളിൽ ഒരു സന്തുലിതമായ ഒരു അവസ്ഥ അള്ളാഹ് സമ്മാനിക്കുന്നതാണ്. ഫോണിന്നുകൊണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവാങ്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാൻ. ദുനിയാവിനെങ്ങനെ ആഗ്രഹിച്ചാൽ അവനൊരു അസന്തുലിതാവസ്ഥ, ഒരു സംഘർഷഭരിത, എപ്പോഴും ടെൻഷനും ആലോചനയും അങ്കലാപ്പ്, ശരിയല്ലേ. എന്നാൽ ആഖിറത്തിനെ ആലോചിക്കുന്നവൻക്ക് അള്ളാഹു സമാധാനവും സ്വസ്ഥതയും നൽകുന്നതാണ്. അവൻ്റെ മനസ്സിൽ ടെൻഷനില്ല, ഒരു അസന്തുലിതാവസ്ഥ ഇല്ല. എല്ലാം ജമ അള്ളാഹു അലൈഹി അംറഹു ലഹു അംറഹു, അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹ് ഇങ്ങനെ ഒരുക്കി കൊടുക്കും. ഓരോ സന്ദർഭത്തിനും അവനക്ക് കിട്ടാനുള്ള അള്ളാഹ് എന്ത് ചെയ്യും, കൊടുക്കുന്നതാണ്. സമാധാനപ്പെടാനുള്ള മാർഗങ്ങൾ അള്ളാഹ് കൊടുക്കുന്നതാണ്. വജഅല ഇനാഹു ഫീ ഖൽബിഹി, മനസ്സിൽ ഇങ്ങനെ ഒരു സമാധാനവും ഒരു ധന്യതയും അള്ളാഹു സമ്മാനിക്കും. അവിടെയാണ് സ്വസ്ഥത ഉണ്ടാവുക. ആഖിറത്താണ് മെയിൻ ഇൻറ്റൻഷൻ, ആഖിറത്താണ് ഇൻറ്റൻഷൻ. ദുനിയാവരുത് എന്നർത്ഥം, ഇൻറ്റൻഷൻ ആഖിറത്താവണം. എന്നിട്ട് റബ്ബ് പറയാൻ, റസൂലുള്ളാഹി പറയാൻ, വഅതതുഹു ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് അവനക്ക് ഇങ്ങനെ അതിൻ്റെ പിന്നിൽ വരും. ദുനിയാവ് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നിൽ വരും എന്നാണ്, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നിൽ കടന്നു വരുമെന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭൗതികതയ്ക്ക് വേണ്ടി ഒരുപാട് അശ്രാന്തം പരിശ്രമിക്കുന്ന ആളുകളാണ് ലോകത്തുള്ള ഒരുപാട് മനുഷ്യർ. ആഖിറത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു പരിശ്രമം കാണുക. എന്നാൽ ഭൗതികതയ്ക്ക് ഇങ്ങനെ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നാ അള്ളാഹ് പറഞ്ഞത്. ദുനിയാവിൻ്റെ സ്ഥാനമാകട്ടെ, ജോലിയാവട്ടെ, സമ്പത്താകട്ടെ, ആരോഗ്യമാവട്ടെ, സൗന്ദര്യമാകട്ടെ, മറ്റു പദവികളാവട്ടെ, ഇതിനൊന്നും വലിയ അധ്വാനം വേണ്ട.
നടന്നാൽ മതി എന്ന് പറഞ്ഞു. നടന്നാൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞില്ല അല്ലാ. ഫംശു ഫി മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. അപ്പോൾ പറഞ്ഞു ഈ ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നാൽ മതി, അതിൻ്റെ ദിക്കുകളിലേക്ക് നിങ്ങളിങ്ങനെ നടന്നാൽ മതി. വകുലൂ മിർ റിസ്ഖി, അള്ളാഹ് നിങ്ങൾക്ക് രേഖപ്പെടുത്തിയ റിസ്കിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ദുനിയാവിന് എടുക്കണ്ടെന്ന്, ദുനിയാവിന് പരിശ്രമിക്കണ്ടെന്നല്ല, അതിന് പരിശ്രമിക്കണം. പക്ഷെ അത്ര പരിശ്രമം വേണ്ട. പക്ഷെ ഏറ്റവും കൂടുതൽ പരിശ്രമം എന്തിനു വേണം? ആഖിറത്തിന് വേണം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാൽ നമുക്ക് ശ്രമം ദുനിയാവിനും മറ്റുള്ളത് അത് വരെയാണ് വരട്ടെ, സൈഡാൻ, സെക്കൻഡറിയാൻ. പ്രൈമറി ഇപ്പോഴും എന്താണ്? ദുനിയാവാണ്. ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥ അതാണ്. ഭൂരിഭാഗം പ്രത്യേകിച്ച് ഇന്ന് വളർന്നു വരുന്ന കൗമാരക്കാരാവട്ടെ, യുവാക്കളാവട്ടെ, നോക്കി ഫുൾ സെക്കൻഡറിയാണ് ദീൻ്റെ കാര്യം. ഇപ്പോൾ മദ്രസിൻ്റെ കാര്യം എടുത്ത് നോക്കണമെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഒഴിവുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വരും. അത് മാതാപിതാക്കളുടെ മെൻറ്റാലിറ്റി അതന്നെ. മാതാപിതാക്കളുടെ മാനസികമായ അവരുടെ ചിന്തകളും അതാണ്. അള്ളാഹ് പറഞ്ഞില്ലേ, വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അശ്രദ്ധയിലാണ്. ആ ശ്രദ്ധയിലേക്ക് അവരെ തൊട്ടുണർത്താനാണ് അള്ളാഹിന്റെ കലാം. പക്ഷെ അതിലേക്ക് വരൂല. അതിനെ കേൾക്കാനോ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ നമ്മൾ തിരക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ എന്ത് ഭൗതികത ഉണ്ടെങ്കിലും ആ തിരക്കൊന്നും നമുക്ക് പ്രശ്നമല്ല, അത് മാറ്റിവെക്കും. നമ്മൾ ദിവസങ്ങൾ വേണ്ടി വന്നാലും നമ്മൾ അതിന് ചിലവഴിക്കും. കാരണം ദുനിയാവാണ്. ദുനിയാവിന് അങ്ങനെ എഫേർട്ട് ഇടുന്ന ആളുകളെ കാണാം. എന്നാൽ റബ്ബ് പറഞ്ഞത് ദുനിയാവിനല്ല എഫേർട്ട് ഇടേണ്ടത്, ദുനിയാവിന് അത്ര അധ്വാനം വേണ്ട. ദുനിയാവ് നേടിയെടുക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല, ദുനിയാവ് നേടിയെടുക്കണം. അതിൽ എത്ര നല്ല പൊസിഷനിൽ എത്താൻ പറ്റോ, എത്ര സമ്പാദിക്കാൻ പറ്റോ, എത്ര വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റോ, കൊയ്തെടുക്കണം. ആഖിറത്തിന് ഉപയോഗിക്കാൻ വേണ്ടി, അത് പരലോകത്ത് വിജയിക്കാൻ വേണ്ടി അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക. ദുനിയാവിൽ കിട്ടിയ എല്ലാ നേട്ടങ്ങളും നാളേക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. എന്നാൽ ദുനിയാവിന് എഫേർട്ട് ഇടാത്തവൻ പലപ്പോഴും ദുനിയാവിന് എഫേർട്ട് ഇടാതെ ആഖിറത്തിന് അധ്വാനം ചെലവഴിക്കേണ്ടി വരും. പക്ഷെ ആഖിറത്തിന് അധ്വാനം ഇല്ല. അള്ളാഹ് പറഞ്ഞ ആഖിറത്തിന് കുറച്ച് അധ്വാനമാണ്, അതിന് കുറുക്ക് വഴികളില്ല. കുറുക്ക് വഴികൾ എല്ലാത്തിനും ഒന്ന് കുറുക്ക് വഴികൾ തേടുമ്പോൾ അല്ലെ, ഒരു മതപരമായ ഒരു അറിവ് നേടണമെങ്കിൽ കുറച്ച് സമയം വേണം, കുറച്ച് സമയം ഇരിക്കണം. ഒരിക്കലും കുറുക്ക് വഴിയിൽ ഒരാളും പണ്ഡിതനാവൂല. കുറുക്ക് വഴിയിൽ ഒരാൾക്കും അറിവ് നേടാൻ കഴിയൂല. അതിന് കുറച്ച് ദീർഘകാലം കടന്നു വരേണ്ടതുണ്ട് അല്ലേ. ചില പണ്ഡിതന്മാർ കവിതകൾ ഇങ്ങനെ എണ്ണി പറയാറുണ്ട്. ഒരാൾ അറിവ് നേടണമെങ്കിൽ 7 നിബന്ധനകൾ പറഞ്ഞു. അതിലൊന്നാണ് തൂലുസ്സമാൻ അല്ലെ, ഉസ്താദിന്റെ കൂടെ ഉള്ളതും. അതുപോലെ തന്നെ തൂലുസ്സമാൻ, സുദീർഘമായ ഒരു കാലം. ഒരു ഹദീസിന് വേണ്ടി മാസങ്ങളോളം യാത്ര ചെയ്ത ജാബിർ ഇബ്നു അബ്ദുള്ളയുടെ ചരിത്രം കേട്ടവരാ നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിശുദ്ധ ഖുർആനിനെ കേൾപ്പിക്കാനും അതിനെ ഓതിക്കൊടുക്കാനും അതിലെ തെറ്റുകൾ തിരുത്താനും ഒരുമിച്ച് കൂടിയ നാളുകളെ സംബന്ധിച്ച് കഥ പറഞ്ഞവരാ സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിനെയും പ്രവാചകന്റെ ഹദീസുകളെയും മറ്റ് നാടുകളിലേക്ക് എത്തിക്കാൻ മാസങ്ങളും വർഷങ്ങളും എടുത്ത് യാത്ര പോയി ആയുസിനെയും സമയങ്ങളെയും ചെലവഴിച്ചവരാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാര്. സമയങ്ങളെടുക്കും. ദീനിന്റെ കാര്യത്തിൽ കുറച്ച് അധ്വാനം ഇടുക. അള്ളാഹ് പറഞ്ഞല്ലോ, വല്ലദീന ജാഹദൂ ഫീന. ആ വാക്ക് പല തവണ നമ്മൾ ഓതിയതാണ്. വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ കാര്യത്തിൽ ആര് ജിഹാദ് ചെയ്തോ, ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ ദീനിന്റെ കാര്യത്തിൽ നാം അവർക്ക് മാർഗദർശനം നൽകും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിനെ നേടാനുള്ള മാർഗ പറഞ്ഞത്. വല്ലദീന ജാഹദൂ ഫീന, ജിഹാദ് ചെയ്യണം. ചിലപ്പോൾ സ്വന്തത്തോട് ചെയ്യേണ്ടി വരും ജിഹാദ്. മനസ്സിനോട് പടവെട്ടേണ്ടി വരും, തൻ്റെ തിരക്കുകളോട് പടവെട്ടേണ്ടി വരും, അതുപോലെ തന്നെ കുടുംബത്തിന് പടവെട്ടേണ്ടി വരും, ശൈത്താനോട് യുദ്ധം ചെയ്യേണ്ടി വരും, ജിഹാദ് ചെയ്യേണ്ടി വരും. ദീനിന്റെ കാര്യത്തിൽ കുറച്ച് അതിന് പ്രയോറിറ്റി കൊടുക്കണമെങ്കിൽ. അത് ഒരായത്തിൽ മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ. ആഖിറത്താണോ മോഹം, ആഖിറത്താണോ ഉദ്ദേശം, അതിന് ആര് പരിശ്രമം നടത്തുന്നുവോ കാന സഅയുഹും മഷ്കൂറ. അല്ലാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവരുടെ സഅയ് എന്നാ പറഞ്ഞത്, അവിടെ നടത്തൊന്നോ ഓട്ടൊന്നൊന്നല്ല പറയുക. അവരുടെ സഅയ് എന്താ? സഅയ് സഫാ മറുപകൾക്കിടയിൽ ഇടുന്ന അധ്വാനത്തിന് നമ്മൾ സഅയ് എന്ന് പേര് പറയുന്നു. അതേപോലത്തെ അധ്വാനം വേണ്ടി വരും ആഖിറത്തിനെ നേടിയെടുക്കാൻ. പക്ഷെ ദുനിയാവിനെ വേണ്ട. ഫംശു ഫീ മനാകിബി, നടന്നാൽ മതി. ഫംശു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്. ആഖിറത്തിനെ മോഹിക്കാനും ആഖിറത്തിന് അതാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുക. ബുദ്ധിയുള്ളവൻ ഒരിക്കലും ഉറങ്ങിക്കിടക്കുന്നവനല്ല. ബുദ്ധിയുള്ളവൻ അശ്രദ്ധവാനല്ല. ബുദ്ധിയുള്ളവൻ ഏറ്റവും നല്ല മുസ്ലിമാണ്. ഏറ്റവും നല്ല മുസ്ലിം ജാഗ്രതയുള്ളവനാണ്. ഏറ്റവും നല്ല മുസ്ലിം ശ്രദ്ധാലുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ നിർവഹിച്ചു പോരുമ്പോൾ നമുക്ക് ഓർമ്മകൾ ഉണ്ടാകുന്നു, ചിന്തകൾ ഉണ്ടാകുന്നു, ആലോചനകൾ ഉണ്ടാകുന്നു. എല്ലാ കാര്യത്തിലും ഒരു തർത്തീബ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറിയകന്നാൽ എല്ലാം ഛിന്ന ഭിന്നമാണ്.
എല്ലാം ഡിസോർഡറായി കഴിഞ്ഞാൽ അശ്രദ്ധയാൻ. റസൂലുള്ളാഹി പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം താൻ എന്തൊക്കെ തനിക്ക് വേണ്ടതുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കി എന്ത് ചെയ്യാണ്, തൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്തി കർമ്മം ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്നാണ്. എന്നാൽ ഏറ്റവും വലിയ അശക്തൻ, ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ തൻ്റെ മനസ്സിന് കീഴ്പ്പെട്ടു പോയവനാണ്. ആ മനസ്സിനെതിരെ യുദ്ധം ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇച്ഛകൾക്കെതിരെ യുദ്ധം ചെയ്യുവാനും പരലോകത്തിന് വേണ്ടി ജിഹാദ് ചെയ്യുവാനും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കാൻ റബ്ബ് ഉപയോഗിച്ച വാക്കുവതാൻ, സാബിഖു ഇലാ മഗ്ഫിറ. സാബിഖർ മുസാബക്ക, കുറച്ച് മത്സരിക്കണമെങ്കിൽ കുറച്ച് മെൻ്റലി ഫിസിക്കലി നമ്മൾ റെഡി ആവണം, ഏബിൾ ആവണം. അതിനു വേണ്ടിയുള്ള അധ്വാനം വേണമെന്നാണ്. വസാബിഖു വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മുസാറഅത്തിൽ, അത്തരം മുസാബഖത്തിൽ വിജയശ്രീ ലാളിതരാകാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളിലേക്ക് കുതിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഫസ്തബിഖുൽ ഖൈറാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വാരിക്കൂട്ടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിൽ എന്നാലും പല തിന്മകളും പല പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നവരാണ്. അള്ളാഹു അവൻ്റെ അപാരമായ മഗ്ഫിറത്ത് നൽകി നമ്മളെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകളിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു രഹസ്യമായും പരസ്യമായും വലുതായും ചെറുതായും കടന്നു വരുന്ന പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഓർക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും പരിഹരിക്കാനുള്ള മാർഗങ്ങളും അവസരങ്ങളും അതിനുള്ള സമയവും സാഹചര്യവും അതിനുള്ള അവസ്ഥകളും ക്ഷമയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഈ രാജ്യത്തിന് എല്ലാവിധ അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നാടിന് അള്ളാഹു നല്ല മഴ വർഷിപ്പിക്കട്ടെ. ഏത് ഉബൈ നഗരത്തിലും അള്ളാഹു നല്ല സമൃദ്ധമായ മഴ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മാഗിസ്ന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.